പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചു. 76,230 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി. ആദ്യ 100 പേരുടെ ലിസ്റ്റിൽ സംസ്ഥാന സിലബസിൽ നിന്നുള്ളത് 21 പേർ മാത്രം. മുൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 43 പേരായിരുന്നു. എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ കേരള സിലബസിലെ കുട്ടികൾ പിന്നിലേക്കായിരിക്കുകയാണ്. മാത്രവുമല്ല, നേരത്തെ 43 പേർ പട്ടികയിലുണ്ടായിരുന്നു ആദ്യ 100 പേരില്ലെങ്കിൽ. ഇപ്പോൾ 21 പേർ മാത്രമാണുള്ളത്. ഒന്നാം റാങ്കിൽ അടക്കം വലിയ മാറ്റമുണ്ടായിരിക്കുന്നു അല്ലേ? ദേവിക, തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു മാറ്റത്തോടെയാണ് സംസ്ഥാനത്ത് കീമിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിവാദങ്ങൾക്കിടെ ഒപ്പം തന്നെ കോടതി കയറി വിഷയം കഴിഞ്ഞ ദിവസമാണ് കീമിൻ്റെ ആദ്യ പരീക്ഷാ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദ് ചെയ്തതിന് പിന്നാലെ തന്നെ അതിന് അപ്പീൽ പോയി സംസ്ഥാന സർക്കാർ. അപ്പീലിലും തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം. അതായത് പഴയ രീതിയിൽ 2011 സമാനമായ രീതിയിൽ മാർക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാഫലം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഔദ്യോഗികമായി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൽ 76,230 വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ച ഒരു ലിസ്റ്റ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആദ്യ 100 പേരുടെ ലിസ്റ്റിൽ 23 പേർ സംസ്ഥാന സിലബസിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ 43 പേരായിരുന്നു സംസ്ഥാന സിലബസിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. ഇത്തവണ രണ്ടാം ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഏറിയ ഭാഗവും മറ്റ് സിലബസ് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് സംസ്ഥാന സിലബസ് പഠിച്ച് കീമിൻ്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കൊക്കെ കനത്ത തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ എന്നുള്ളതാണ്. അതിൽ ഒന്നാം റാങ്ക് അടക്കം കാര്യമായി തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാം റാങ്ക്, അതായത് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് ലഭിച്ചിട്ടുള്ളത് ജോഷുവ ജേക്കബ് തോമസ് ആണ്. കവടിയാർ സ്വദേശിയാണ്, തിരുവനന്തപുരത്ത്. എഞ്ചിനീയറിംഗിൻ്റെ രണ്ടാം റാങ്ക് ലഭിച്ചിട്ടുള്ളത് ഹരികൃഷ്ണൻ ബൈജു എന്ന് പറയുന്ന ചെറായി സ്വദേശി, എറണാകുളം സ്വദേശിക്കാണ്. എഞ്ചിനീയറിംഗ് മൂന്നാം റാങ്ക് കുടപ്പനക്കുന്ന് സ്വദേശി, തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്, എമിൽ ഐപ്പ് സക്കറിയ എന്നുള്ള പേരിലുള്ള വിദ്യാർത്ഥിക്ക്. അങ്ങനെ 4 റാങ്കുകളിലും ആദ്യ 4 റാങ്കുകളിലും ആൺകുട്ടികൾ തന്നെയാണ് വിജയശതമാനം നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ടോപ്പിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ തന്നെ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് 6ാം റാങ്കിലാണ് ഒരു പെൺകുട്ടി ഉള്ളത്. അത് അനന്യ രാജീവാണ്. ബാംഗ്ലൂർ കർണാടക സ്വദേശിനിയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി സർക്കാരിനേറ്റതിന് തൊട്ടു പിന്നാലെ അതിപ്പോൾ വിദ്യാർത്ഥികളെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. നീറ്റിൻ്റെയൊക്കെ പരീക്ഷാഫലം വന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അവരുടെ ക്ലാസ്സുകൾ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഈ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള കാലതാമസം വരികയും ആ കാലതാമസം പിന്നീട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷവും വലിയ രീതിയിലുള്ള അന്തരം തുടരുകയും അത് കോടതി കയറുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പരീക്ഷ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കേരള സിലബസിലെയും ഒപ്പം തന്നെ മറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾക്കും ഒരു ഏകകണ്ഠേന മാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് മാർക്ക് ഏകീകരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ ഒരു പുതിയ രീതി കൊണ്ടുവന്നത്. അത് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കോടതി കയറുന്ന പശ്ചാത്തലമുണ്ടായി. കോടതി കയറിയതിനു ശേഷം അത് കോടതി റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോടതി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആ സാഹചര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അപ്പീൽ പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. അതിനുശേഷം ഇന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തു. ഇതിനുശേഷമാണ് പിന്നീട് വീണ്ടും ഒരു അപ്പീൽ മുഖേന ഇന്നലെ വൈകിട്ടോടുകൂടി ഹൈക്കോടതി വീണ്ടും സമീപിച്ചത്. അതിലും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കൂടിയാണ് പഴയ രീതിയിൽ എങ്ങനെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ആ രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നത്. ആദ്യ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 80,000 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ ഈ രണ്ടാം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ചുരുക്കപ്പട്ടിക, അല്ലെങ്കിൽ ആ ഒരു ചുരുക്കപ്പട്ടികയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു അന്തരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാന സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആദ്യ 100 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 46 പേരുണ്ടായിരുന്ന ആദ്യ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം റാങ്ക് ലിസ്റ്റിൽ 23 പേരായി കൂപ്പുകുത്തി ആ ഒരു സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയായിരിക്കും മറ്റ് നടപടികൾ, തുടർ നീക്കങ്ങൾ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തി എന്നുള്ളതൊരു ചോദ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, വിമർശനം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ രണ്ടാം റാങ്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് ഔദ്യോഗികമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ദേവിക. ശരി ശാലിനി.